സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രംഗത്തിനിടയിൽ ആ നടനായി തന്നെ മാറുന്ന റെഫറൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റാ റെഫറൻസ് എന്നാണ് അതിനെ പറയാറ്. ചില നടന്മാർ കഥാപാത്രത്തെ വിട്ടുകൊണ്ട് അവരെ പേര് പറയാറുണ്ട്. അങ്ങനെയുള്ള രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ അവർ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ക്ലീശകളെ കുറിച്ച് പറയാറുണ്ട്. അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചില ഡയലോഗിലൂടെ ഇൻഡയറക്റ്റ് ആയി ചില യഥാർത്ഥ സംഭവങ്ങളെ സൂചിപ്പിക്കാറുമുണ്ട്. പ്രേക്ഷകരോട് നേരിട്ട് കഥാപാത്രം സംസാരിക്കുന്ന ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിനെ കുറിച്ചും മെറ്റാ റെഫറൻസിനെ കുറിച്ചുമായി നമ്മൾ 5ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായി മാറിയ വിപിൻ ദാസ് എഴുതി സവിൻസ സംവിധാനം ചെയ്ത് ഹാഷിർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വാഴ 2. ആ സിനിമയിൽ ഇത്തരത്തിൽ ചില രംഗങ്ങൾ കാണാം. നീ ബോബ് മാർലിയുടെ ടീഷർട്ട് സിന്തറ്റിക് വെക്കൂലടാ. സേവ്യർ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയാണ് അൽഫോൺസ് പുത്രൻ അവതരിപ്പിക്കുന്നത്. ബോബ് മാർലിയുടെ ടീഷർട്ട് ഇട്ടാ നീ അറസ്റ്റ് ചെയ്ത്. എന്നാൽ ചില രംഗങ്ങളിൽ കഥാപാത്രം വിട്ടുകൊണ്ട് അത് സംവിധായകൻ അൽഫോൺസ് പുത്രനായി തന്നെ മാറുന്നുണ്ട്. നിങ്ങൾക്ക് ആള് മാറിയതാണോ തോന്നണേ? ആള് മാറിപ്പോയെന്നാ. 2015 അൽഫോൺസ് പുത്രൻ എഴുതി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമായ പ്രേമത്തിലെ ഒരു ഡയലോഗിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. ഈ രംഗത്ത് അദ്ദേഹം സംവിധാനം ചെയ്ത പ്രേമം സിനിമയെ കുറിച്ച് കൂടി സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത്. പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ. അത്തരം സന്ദർഭങ്ങളെല്ലാം തന്നെ സേവ്യർ അലക്സാണ്ടർ മാറി അത് അൽഫോൺസ് പുത്രനായി തന്നെ മാറുന്ന പോലെ നമുക്ക് തോന്നാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് അതെല്ലാം തന്നെ ഒരു സ്വാഭാവിക ഡയലോഗായി മാത്രമേ കാണാനും കഴിയുകയുള്ളൂ. കെട്ടിറങ്ങുമ്പോ ലോവോ പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് പിച്ചും പെയും പറഞ്ഞു നടക്കും. ഗോൾഡ് സിനിമയുടെ പരാജയത്തിന് ശേഷം അൽഫോൺസ് പുത്രന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പലതും വിവാദപരമായിരുന്നു. താൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന അസുഖത്തിന്റെ പിടിയിലായിരുന്നു. ഇത് ഒരു കാരണവശാലും കുറച്ച് പ്രായം കഴിഞ്ഞ് വരുന്ന ഒരു അസുഖമേ അല്ല. പിന്നെ നിലത്തോട്ടിറങ്ങാൻ പറ്റൂല. സ്വന്തം അനുഭവം കൊണ്ട് പറയണടാ. പല കാര്യങ്ങളാൽ അദ്ദേഹം ഏറിൽ പോയിട്ടുമുണ്ട്. അവയായിരിക്കാം സ്വന്തം അനുഭവം എന്ന് പറയുന്നത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് 2023 റിലീസ് ചെയ്ത നിവിൻ പോളി ചിത്രമാണ് സർവം മായ. സിനിമയിൽ റിയ ഷിബു അവതരിപ്പിച്ച ഡെലൂലു എന്ന കഥാപാത്രം ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. 2015 വിനീത് ശ്രീനിവാസൻ എഴുതി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമായ വടക്കൻ സെൽഫിയിലെ ഡയലോഗാണത് പറയുന്നത്. നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ. ഡെലൂലുവിന്റെ ആ ഒരു ഡയലോഗിൽ നിന്നും മറ്റൊരു നിമിഷത്തേക്ക് പ്രഭ എന്ന കഥാപാത്രം വിട്ടുകൊണ്ട് നമുക്കത് നിവിൻ പോളിയായി തോന്നും. ആട് സിനിമകളുടെ 3ാം ഭാഗമാണ് ആട് 3 ദ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ആ സിനിമയിലെ വിനായകന്റെ ഡ്യൂഡ്. സിനിമയിലെ മറ്റൊരു തമിഴ് കഥാപാത്രം വിനായകനോട് ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. 2023 നെൽസൺ സംവിധാനം ചെയ്ത രജനികാന്ത് ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായിരുന്നു വർമ്മൻ. എന്നാ സാറേ മനസ്സിലായോ? ആടിലെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രം വിനായകനാണ് അവതരിപ്പിക്കുന്നതെന്നും വിനായകന്റെ മുമ്പത്തെ കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നതെന്നെല്ലാം തന്നെ മനസ്സിലാക്കാം. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത പുതിയൊരു കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സിനിമയിൽ കുഞ്ചാക്കോ അവതരിപ്പിച്ച സേതു എന്ന കഥാപാത്രം തന്റെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. എൻ്റെ ഒരു പഴയ ലൈനായിരുന്നു. മിനി എന്നാ ഞാൻ അവളെ വിളിച്ചോണ്ടിരുന്നത്. മിനി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ശാലിനിയാണ് ഓർമ്മ വരിക. ഞങ്ങള് രണ്ടുപേരും കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. 1997 കുഞ്ചാക്കോ ബോബൻ നായകനായി ആദ്യമായി അഭിനയിച്ച അനിയത്തിപ്രാവിലെ കഥാപാത്രമായിരുന്നു മിനി. എന്റെ പേര് മിനി. കല്യാണം പറയാൻ അവൾക്ക് പറ്റിയില്ല, ചോദിക്കാൻ എനിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മിനി എന്ന പേര് കേൾക്കുമ്പോൾ അനിയത്തിപ്രാവിൽ ശാലിനി അവതരിപ്പിച്ച മിനി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുന്നതും. മിനിയുടെ 3 ആങ്ങളമാര്, അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. 2013 ദൃശ്യം സീരീസിന്റെ ആദ്യ പാർട്ടിൽ ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു സഹദേവൻ. ഷാജോൺ ഏറെ പ്രശംസ നേടിക്കൊടുത്തൊരു കഥാപാത്രമാണത്. ഒരു മഞ്ഞ മാരുതി സെൻ കാർ കിട്ടിയെന്ന്. 2016 ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത് അമല പോൾ, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഷാജഹാനും പരീക്കുട്ടിയും. ആ സിനിമയിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച മറ്റൊരു പോലീസ് കഥാപാത്രമായിരുന്നു SA അശോകൻ. അശോകൻ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്.
തൊടുപുഴയിലെ ധ്യാനം കഴിഞ്ഞു വന്ന് കമ്മീഷണറുടെ മോന്റെ ബോഡി നീ എവിടെ കൊണ്ട് കുഴിച്ചിട്ടത്? ദൃശ്യം സിനിമയിലെ ഷാജോന്റെ ആ ഒരു കഥാപാത്രത്തെയാണ് ഈ ഡയലോഗിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ജോർജ് കുട്ടിയോ? അത് വേറെ കേസാ, മാറിപ്പോയി. കഴിഞ്ഞ 2 പാർട്ടിലും നടൻ മുകേഷിന്റെ യഥാർത്ഥ ഫോൺ വിളികൾ സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞൊരു സിനിമയായിരുന്നു 2015 AJ വർഗീസ് സംവിധാനം ചെയ്ത അടി കപ്പ്യാരെ കൂട്ടമണി എന്ന സിനിമ. ആ സിനിമയിൽ വേറെ ചില മെറ്റാ റെഫറൻസുകളും കാണാം. ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഭാനുപ്രസാദ് എന്ന കഥാപാത്രം തന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചതാണ് അജു വർഗീസിന്റെ ബ്രൂണോ എന്ന കഥാപാത്രം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ പഠിച്ചയാളാണ് അജു വർഗീസ്. ഞാനും അജു ഒരുമിച്ച് കോളേജ് പഠിച്ചതാണ്. ഞങ്ങൾ ബാച്ച്മേറ്റ്സ്. ഈ ഒരു കാര്യത്തെയാണ് ഈ മെറ്റാ റെഫറൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അധിഷ്ഠ ലക്ഷ്മിയോട് റമോ പേര് ചോദിക്കുമ്പോൾ ബ്രൂണോ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. ആ കുട്ടി എന്താ കുട്ടിയുടെ പേര്? നമിത പ്രമോദ്. കഥാപാത്രത്തെ വിട്ടുകൊണ്ട് നമിത പ്രമോദിനെ ആ പേര് തന്നെ വിളിക്കുന്നതായി കാണാം. 2009 വിശ്വനാഥൻ സംവിധാനം ചെയ്ത ജയസൂര്യ സിനിമയായ ഡോക്ടർ പേഷ്യന്റിലും അഭിനേതാവിനെ അവരുടെ പേര് തന്നെ വിളിക്കുന്നതായി കാണാം. ആ സിനിമയിൽ കുളപ്പുള്ളി ലീല ഏലിയാം എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ജയസൂര്യ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. കൊളപ്പുള്ളി ലീലയാണോ? കൊളപ്പുള്ളി ലീലയോ? അതാരാ? സിനിമ നടി കിടിൽ നൈറ്റുവാ അതുപോലെ ഉണ്ട്. 1998 AK സാജൻ എഴുതി ലോഹിതദാസ് സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് സൂര്യപുത്രൻ. ആ സിനിമയിൽ ഒരിടത്ത് കൽപ്പനയുടെ കഥാപാത്രത്തിലൂടെ ഒരു ദേവാസുരം റെഫറൻസ് കാണിക്കുന്നുണ്ട്. ദേവാസുരം സിനിമയിലെ സീനും കാണിക്കുന്നുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. സിനിമയിൽ തന്നെ ചെറിയൊരു റോളിൽ വന്ന നടൻ ഷാജു ശ്രീധറാണ് കൽപ്പനയ്ക്ക് ശബ്ദം നൽകുന്നതും. ടൈഗറും കടുവയൊക്കെ കൂടി നമ്മുടെ കാര്യം പ്രശ്നമാക്കോ? ആ സിനിമയിൽ ഇന്നസെന്റ് പൗലോസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. ആ രംഗത്തിനിടയിൽ ദേവാസുരത്തിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച വാര്യർ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുന്നുമുണ്ട്. വാര്യരെ ഞാൻ എന്താടോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു മെറ്റാ റെഫറൻസിലൂടെ ഇന്നസെന്റ് നടനെയും വാര്യർ എന്ന കഥാപാത്രത്തെയും എല്ലാം തന്നെ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2019 ഷാരിസ് മുഹമ്മദ്, ജെബിൻ ജോസഫ് എന്നിവർ എഴുതി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രമാണ് ആദ്യ രാത്രി. ബിജു മേനോൻ, മനോജ് ഗിന്നസ്, അനശ്വര രാജൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ സിനിമയിലെ ക്ലൈമാക്സ് ഭാഗത്ത് ഇത്തരത്തിൽ ചില ഡയലോഗുകൾ കാണാം. നമ്മുടെ സംയുക്തർക്കൊക്കെ നല്ലൊരു പയ്യനെ നോക്കണം. ഞാൻ മതിയോ? ബിജു മേനോന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും സ്വന്തം ഭാര്യയെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ആ ഡയലോഗിലൂടെ സൂചിപ്പിക്കുന്നത്. ശ്രീ മോഹൻലാലിന്റെ സിനിമകൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പായി വാച്ച് അയച്ചു വെക്കുന്നത്. നരസിംഹം സിനിമയിൽ നമ്മളത് കണ്ടതാണ്. രാവണപ്രഭു സിനിമയിലും അത് കാണാം. വാച്ച് കാർട്ടിയറാണ്, 1.5 ലക്ഷം രൂപ വില വരും. 2014 ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ഫ്രോഡ് എന്ന സിനിമയിൽ മോഹൻലാൽ ആ സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വാച്ച് അടിക്കുന്ന നമ്പർ ഞാൻ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ പോട്ടെ. സുരേഷ് ഗോപി സിനിമകളുടെ പ്രത്യേകതയായിരുന്നു മാസ് ഡയലോഗുകൾ. സുരേഷ് ഗോപി സിനിമകളിൽ രഞ്ജി പണിക്കർ എഴുതി കൊടുത്ത ഡയലോഗുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അത് ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ FIR സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസ ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത്. ഈ 2 രംഗങ്ങളിലും നടന്മാർ അവരുടെ കഥാപാത്രം വിട്ടുകൊണ്ട് അവരുടെ മുൻകാല സിനിമകളിലെ ക്ലീഷയെ കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെയുള്ള റെഫറൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.